സോ നമ്മൾ പെർസിസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ബിഹൈൻഡ് ദ സ്റ്റോറി അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എത്ര വർഷം ഉണ്ടായിട്ടുള്ള ഒരു എഫേർട്ടാണ്. ഇതൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടുമില്ല ഇതുവരെ. എൻ്റെ ഫ്രണ്ട്സിലായാലും ആണെങ്കിലും അറിയില്ല, എൻ്റെ ഫാമിലീസിലാണെങ്കിലും ആർക്കും അങ്ങനെ അറിയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് വരുന്നത് 2022 പെർസിസ്റ്റ് തുടങ്ങിയത് 2022 പെർസിസ്റ്റ് തുടങ്ങിയത് 2024 ഞാൻ ഈ ഒരു പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. 2022 എൻഡിലൊക്കെ ആയപ്പോൾ ഇത് ഞാൻ ഈ പറഞ്ഞ പോലെ എല്ലാവരും പോണ ഒരു റൂട്ടിൽ കൂടെ, അതായത് ഇപ്പോൾ UK വന്നു, സ്റ്റുഡൻ്റായിട്ട് വന്നു, പിന്നെ അതുപോലെ തന്നെ പഠിച്ചു, ഡിഗ്രി മാസ്റ്റേഴ്സും കാര്യങ്ങളെല്ലാം കിട്ടി. അത് കഴിഞ്ഞ് ഒരു എന്താ പറയുക, ജോലി എന്ന് പറയുന്നത് നമ്മൾ വിചാരിച്ച ജോലി നമ്മൾക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അങ്ങനത്തെ ഒരു ജോലി കൂടെ അല്ല ഞാൻ പോയിരുന്ന സമയം ഉണ്ടായിരുന്നത് ആ സമയത്ത്. പിന്നെ അത് കഴിഞ്ഞ് ഒരു 2022 സെപ്റ്റംബർ, ഒക്ടോബർ സെപ്റ്റംബർ ആ ഒരു റേഞ്ചിൽ, ആ സമയത്താണ് എനിക്ക് മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഇതൊക്കെ ഞാൻ അറിയുന്നതും ഇതിനെക്കുറിച്ച് പഠിക്കാൻ നോക്കിയതൊക്കെ. അപ്പോൾ ആ ഒരു ടൈം പീരീഡിലാണ് ആൻഡ്രൂ ടേറ്റിൻ്റെ കുറേ വീഡിയോസ് കാണലും, പിന്നെ അതുപോലെ മൈൻഡ് സെറ്റ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് താല്പര്യപ്പെടുകയും, പിന്നെ അതുപോലെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനെ കുറിച്ച് പഠിക്കുകയും. അതിന് മുന്നും ഞാൻ ജിമ്മിൽ പോയിരുന്നു, ഇപ്പോൾ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്തു പോയിരുന്നു. അപ്പോഴാണ് ഈ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഇഷ്ടം കയറി വന്നതൊക്കെ. അങ്ങനെ 2022 ആ ലാസ്റ്റ് പീരീഡിൽ മൊത്തം ഞാനിങ്ങനെ യൂട്യൂബും കാര്യങ്ങളൊക്കെ വീഡിയോസൊക്കെ ആയിട്ട് അങ്ങനെ കണ്ട് എൻ്റെ മൈൻഡ് സെറ്റിനെ ബിൽഡ് ചെയ്യാനും ആ കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അങ്ങനെ പോയി. പിന്നെ 2023 ആയപ്പോൾ ഞാൻ ഇതിലേക്ക് ശരിക്ക് ഇൻട്രസ്റ്റഡ് ആവുകയും, പിന്നെ അതുപോലെ തന്നെ കൂടുതൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനും. അപ്പോഴും ഞാൻ വർക്കിംഗ് ആണ്, പക്ഷേ എങ്കിലും ഇതിൽ നിന്നൊന്ന് ബ്രേക്ക് ചെയ്യണം. എല്ലാവരും പറയുന്ന പോലെ, അല്ലെങ്കിൽ എല്ലാവരുടെ മൈൻഡിലുള്ള പോലെ തന്നെ നമ്മളൊന്ന് ഫിനാൻഷ്യലി ഫ്രീ ആവണം. ഇതെല്ലാം മൈൻഡിലുണ്ട്, പക്ഷെ എന്തെങ്കിലും ബിൽഡ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്ത്, അപ്പോൾ ആ ഒരു പീരീഡിൽ തന്നെ ഞാൻ ആൻഡ്രൂ ടേറ്റിൻ്റെ കോഴ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത്. അപ്പോൾ അങ്ങനെ 2023 ആ ഒരു ടൈം പീരീഡിൽ ഞാൻ ആൻഡ്രൂ ടേറ്റിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഡ്രോപ്പ് ഷിപ്പിങ്ങിലേക്ക് ഇറങ്ങി. ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാർ ഇപ്പോൾ UK കേസ് പെട്ട UK എന്ന് മാത്രമല്ല ഒരു ഇതെല്ലായിടത്തും ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത്, ഇപ്പോൾ ചൈനയിൽ നിന്ന് നമ്മൾ സാധനം ഏതെങ്കിലും ഒരു ഐറ്റം എടുത്ത് നമ്മളത് ഇവിടെ സെല് ചെയ്യുന്നത്, ഇതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്ന ഒരു എന്താ ബേസിക് ആയിട്ടുള്ളൊരു സംഭവം. അപ്പോൾ ഞാനത് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ എനിക്കതിൽ ഇൻട്രസ്റ്റ് വരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് പോയി തുടങ്ങി. ഇതിൽ നിന്ന് എനിക്കൊരു സന്തോഷം കിട്ടുന്നില്ല. കാരണം ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നും സക്സസ് ആവണില്ല. എന്ന് വെച്ചിട്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നത് കറക്റ്റ് അല്ല, അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ല, അതിൽ ഒരു അർത്ഥമില്ല എന്നല്ല പറയുന്നത്. അങ്ങനെ ചെയ്ത് ഒരുപാട് പേര് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ആ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ കണ്ടിട്ടാണ് ഞാനത് തുടങ്ങിയതും. ഇപ്പം ഞാൻ ആ കോഴ്സിൽ ജോയിൻ ചെയ്ത് പിന്നെ ഒരുപാട് വിൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റിയിരുന്നു. അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ്, അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത് തന്നെ. അപ്പോൾ എൻ്റെ ഒരു നീഷ് ഒരു ഹോം ഇമ്പ്രൂവ്മെൻറ്റ് അങ്ങനത്തെ ഒക്കെ ഒരു നീഷിലായിരുന്നു. പിന്നെ എനിക്കിങ്ങനെ എസ്തെറ്റിക് ആയിട്ടുള്ള, ഇപ്പോൾ വീട്ടിൽ ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റണം, അല്ലെങ്കിൽ ചെറിയ ലൈറ്റ്സ്, ഇതിനോടൊക്കെ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആ നീഷിലേക്കായിരുന്നു ഞാൻ കൂടുതൽ നോക്കിയിരുന്നത്. അത് ഞാൻ എങ്ങനെ നോക്കിയിട്ടും സക്സസ് ആവണില്ല. പിന്നെയെന്ന് പറയുന്നത് ബഡ്ജറ്റ് വളരെ കുറവായിരുന്നു. ഞാൻ അധികം അതിലേക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ടോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഞാൻ ചെയ്തത് ഒരു മിസ്റ്റേക്ക് ആയിരിക്കണം. അതാണ് മിസ്റ്റേക്ക്. അത് നമ്മളതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ മാർക്കറ്റിംഗ് ആണെങ്കിലും അതിലേക്കല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യണം. എന്നാലല്ലേ നമുക്ക് ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ഒരു പ്രോഡക്റ്റ് മറ്റുള്ള ആൾക്ക് എത്തിക്കാൻ ആൾക്കാർ കാണണ്ടേ. ഇപ്പോൾ ഫേസ്ബുക്ക് ആഡ്സും പിന്നെ അതുപോലെ തന്നെ മറ്റ് ആഡ്സൊക്കെ ആ സമയത്ത് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്ക് അത്ര ബഡ്ജറ്റ് ഞാൻ അത്ര വലിയ ഇതാക്കിയിട്ടില്ല. അപ്പോൾ അത്യാവശ്യം എൻഗേജ്മെൻറ്റ് കിട്ടുന്നുണ്ട്, പക്ഷേ എന്താ പറയുക, അപ്പോഴും സെല്ലിങ് നടക്കണില്ല. എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നുണ്ട്, പക്ഷേ സെല്ലിങ് നടക്കണില്ല. അപ്പോൾ മനസ്സിലായി ഇത്. പിന്നെ എനിക്ക് അതിൽ നിന്നൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് ഇരിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒന്നും അതിൽ നിന്ന് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിരിക്കുമ്പോൾ Etsy-യിൽ ഞാൻ ഒരു ക്ലോത്തിങ് എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു വെബ്സൈറ്റ് Etsy എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നമുക്ക് ഇതുപോലെ തന്നെ സെല് ചെയ്യാം. അപ്പോഴും വുമൻസിൻ്റെ കാറ്റഗറീസാണ് ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ ചെയ്യും, ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യും. അതും അവിടെ എത്തിയപ്പോൾ ഇൻട്രസ്റ്റ് പകുതി നിന്ന്. അങ്ങനെ 2023 മൊത്തം പല കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് അങ്ങനെ അങ്ങോട്ട് പോയി. അപ്പോൾ 2024 ആയപ്പോഴാണ് ഇങ്ങനെ ഒരു പെർസിസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്, അതായത് ഞാൻ ജസ്റ്റ് ഒരു ബുക്കിൽ എഴുതി പല പേരുകൾ നോക്കി അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത്, അപ്പോൾ ഡൊമൈനും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തപ്പോൾ UK പെർസിസ്റ്റ് അങ്ങനെ ഒരു ഡൊമൈൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് അങ്ങോട്ട് ഫോക്കസ് ചെയ്ത്. അപ്പോൾ ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള പല ബിസിനസ് ഐഡിയാസും ഫ്ലോപ്പായിട്ടുള്ളത്
എനിക്കിതിലൊരു മെസ്സേജ് കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു പർപ്പസോ എനിക്കിതിലില്ല. അപ്പോൾ അതിൻ്റെ പേരിലാണ് പലതും സക്സസ് ആവാത്തതും എനിക്കതിലൊരു ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞതും അതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പെർസിസ്റ്റ് എനിക്ക് വേണ്ടത് ഞാൻ എന്താണോ ചെയ്യുന്നത്, അതായത് എൻ്റെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, പിന്നെ അതുപോലെ ഫിറ്റ്നസ്, പിന്നെ ഫെയ്ത്ത്, ഈ മൂന്നിനെയും ബേസ് ചെയ്തിട്ടായിരിക്കണം ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് നമ്മളെ സൊസൈറ്റിക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് പെർസിസ്റ്റ് വന്നത്. അങ്ങനെ ഫസ്റ്റ് പെർസിസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സാധാ ഒരു പ്ലെയിൻ ഒരു ടീഷർട്ട്സിൽ ഞാനത് ജസ്റ്റ് ഒരു ബ്രാൻഡ് നെയിം മാത്രം കൊടുത്ത്, ലോഗോസും കാര്യങ്ങളൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഒരു ബ്രാൻഡ് നെയിമും കൊടുത്ത്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഒരു മെസ്സേജ്, ചെറിയൊരു മെസ്സേജും കൊടുത്ത്, അതാണ് നമ്മളെ ഫസ്റ്റ് പ്രോഡക്റ്റ്. അങ്ങനെ അത് ജൂൺ 2024 ഫസ്റ്റ് പെർസിസ്റ്റിൻ്റെ ഒരു ഡിസൈൻ ഞാൻ കൊടുക്കുന്നതും, അതും പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ആയിട്ടാണ് ഞാൻ UK ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ഫുള്ള് ഡിസൈൻ ചെയ്തു. ഞാനത് സാമ്പിളും കാര്യങ്ങളൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഫസ്റ്റ് സാമ്പിൾ എടുത്ത്, ഫസ്റ്റ് സാമ്പിൾ ഫ്ലോപ്പായി. കാരണം ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഫിറ്റിങ്ങും കാര്യങ്ങളും അല്ലേ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ക്ലോത്തിങ് ഒക്കെ ഭയങ്കര, ഫാബ്രിക്കൊക്കെ ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ സ്വിച്ച് ചെയ്ത് ഞാൻ വേറെ മാനുഫാക്ചറിലേക്ക് പോയി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് വെച്ചിട്ട് ഞാൻ അത്യാവശ്യം മാർക്കറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു മാനുഫാക്ചർ വെച്ച് അപ്പോഴും പ്രിൻ്റ് ഓൺ ഡിമാൻഡ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. കാരണം എനിക്ക് ബഡ്ജറ്റ് അത്ര എന്താ പറയുക, ഒരു ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഒരു സെറ്റപ്പിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നില്ല. അപ്പം അങ്ങനെയാണ് പെർസിസ്റ്റിൻ്റെ ഒരു തുടക്കം തുടങ്ങുന്നത്, ആ ഒരു ബ്രാൻഡിൻ്റെ തുടക്കം തുടങ്ങുന്നത്. ഇപ്പോഴും എൻ്റെ ഫാമിലീസിലോ അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സിനോ ഒന്നും അറിയാത്തത് ഇത് ഇത്രയും ടൈം ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിട്ടുള്ളതാണെന്നൊന്നും ആർക്കും അറിയില്ല. ഞാൻ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആൻഡ്രൂ ടെയ്റ്റിൻ്റെ കോഴ്സൊക്കെ ഞാൻ ഡ്രോപ്പ് ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഈ കംപ്ലീറ്റ്ലി ഞാൻ പെർസിസ്റ്റും പിന്നെ അതുപോലെ തന്നെ ഷോപ്പിഫൈ ബിൽഡ് ചെയ്യാനും അങ്ങനെയൊക്കെ ആയിട്ട് തന്നെ ഞാനങ്ങനെ പോയിരുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മാർക്കറ്റിംഗ് ഏജൻസി തുടങ്ങാമെന്നുള്ള ഒരു രീതിയിലേക്ക് എത്തിയത്. അപ്പോഴും ഞാൻ കുറേ വീഡിയോസ് കാണും, യൂട്യൂബിൽ കുറേ വീഡിയോസ്, കാരണം എനിക്ക് ഫ്രീ ടൈം കുറച്ച് കിട്ടുന്ന പോലെ തോന്നി. കാരണം ഇത് പ്രിൻ്റ് ഓൺ ഡിമാൻഡാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വല്ലാണ്ട് ടൈം എനിക്ക് അതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ഡിസൈൻസും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എനിക്ക് കുറച്ച് സമയം കിട്ടുന്ന പോലെ തോന്നി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിലേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ ഇമാൻ്റെ ഒരുപാട് വീഡിയോസ് കാണും, പിന്നെ അതുപോലെ തന്നെ ഇമാൻ്റെ കോഴ്സ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിങ്ങിൽ ഇപ്പോൾ നമ്മളെ സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഏജൻസിയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതും ഞാൻ സൈഡിൽ കൂടെ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ 2023-24 ഒരു ചെറിയൊരു ജേണി ഉണ്ടായിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ ഒരു ബ്രാൻഡ് ഉണ്ടാവുന്നതും അതിൻ്റെ ഇടയിൽ എൻ്റെ റുട്ടീൻ ഇങ്ങനെയാണ്. എൻ്റെ ഇടയിൽ 2024 ഞാൻ ആദ്യം നിന്ന സ്ഥലത്ത് നിന്ന് മാറി പുതിയ സ്ഥലത്തേക്ക് വന്ന്, പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ വർക്കില്ലാണ്ട് ഒരു 4 മാസം ഞാൻ വർക്കൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയിൽ ഫുള്ള് ഞാൻ ഈ ഒരു ബ്രാൻഡ് ബിൽഡിങ്ങിൻ്റെ ആ ഒരു ബേസിക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു 4 മാസം ഞാൻ വിചാരിച്ച 4 മാസം കൊണ്ട് ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അങ്ങനെ ചെയ്യാൻ പറ്റും, പിന്നെ അതുപോലെ നമുക്ക് ഇത്ര സെല് ചെയ്യാൻ പറ്റും, ഇതൊക്കെ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. കാരണം ഞാൻ വിചാരിച്ച പോലെയല്ല. കാരണം ഭയങ്കര വ്യത്യാസമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, കുറച്ചും കൂടി ബുദ്ധിമുട്ടാണെന്ന് ആ ഒരു സമയത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. അപ്പോഴും പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ആണെങ്കിലും കുറച്ചും കൂടി റിസ്ക് കുറവല്ലേ, അങ്ങനെയൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ അങ്ങനെ ആയിരുന്നില്ല. നമ്മളൊരു ബ്രാൻഡ് ഉണ്ടാക്കുമ്പോൾ, ഞാൻ ഇതുവരെ മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ബ്രാൻഡ് ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രോപ്പറായിട്ട് കൺവേ ചെയ്യാനുള്ള ഒരു മെസ്സേജ് ഉണ്ടാവണം. അതൊരു ഇത്ര പേർക്ക് അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ. ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഞാനിത് സംഭവം ചെയ്യുകയാണെങ്കിൽ എൻ്റെ പർപ്പസ്, എൻ്റെ മെസ്സേജ് ഇതെല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് വളരെ കുറച്ച് പേർക്ക് മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നീട് അത് എന്താവുന്ന പോലും എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് ആക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അത് നമ്മളെ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മളെ സൊസൈറ്റി, ഇപ്പോൾ എൻ്റെ ഈ ഒരു ബ്രാൻഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ യൂത്തിന് വേണ്ടി, അതായത് ഇപ്പം ഞാൻ ചെറുപ്പത്തിൽ എന്തായിരുന്നു അങ്ങനെ എനിക്ക് ഒരാൾ പറഞ്ഞു തരാനോ ഉണ്ടായിട്ടില്ല. പക്ഷെ അത് ഇനി വരുന്ന യൂത്ത്, അതായത് അല്ലെങ്കിൽ എൻ്റെ ഒരു യങ്ങർ സെൽഫിന് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ള മെസ്സേജസ് ഈ ഒരു ബ്രാൻഡിൽ ഉണ്ടാവണം. അതാണ് എൻ്റെ ബ്രാൻഡിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയാനുള്ളത്. ഏതൊരു ബ്രാൻഡാണെങ്കിലും, ഇപ്പോൾ നിങ്ങളൊരു ബ്രാൻഡ് ഉണ്ടാക്കുകയാണെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവണം. അതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റിക്ക് ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു പർപ്പസ് ഉണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഒരു സഹായിക്കാൻ പറ്റും അത് നിങ്ങളെ ബ്രാൻഡിൽ ഉണ്ടായിരിക്കണം. അല്ലാണ്ട് ഒരിക്കലും ഒരു ബ്രാൻഡ് ഉണ്ടാവുക അല്ലെങ്കിൽ ആ ബ്രാൻഡിനെ വളർത്തിക്കൊണ്ടുവരാനോ പറ്റില്ല. അതാണ് എനിക്ക് പറ്റിയ ഫസ്റ്റ് മിസ്റ്റേക്ക്. അതായത് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള പല ടൈപ്പ് ഐഡിയാസിലും പല ബിസിനസ് ഓൺലൈൻ ബിസിനസ്സുകളിലും ഇല്ലാത്തതും അതാണ്. അങ്ങനെ പിന്നെ ഞാൻ വർക്കിന് ജോയിൻ ചെയ്ത് അപ്പോൾ അവിടുത്തെ എൻ്റെ ഇപ്പോഴത്തെ വർക്ക് എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചിരുന്നത്, അതായത് ഞാൻ പഠിച്ചു കഴിഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ ഒരു ഡ്രീം ജോബ് എന്നല്ല, എൻ്റെ ആ ഒരു പഠിച്ച് കഴിഞ്ഞ സമയത്ത് ഉണ്ടായിരുന്ന
എനിക്ക് ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ എൻ്റെ ക്ലോത്തിങ്, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഓഫീസിലേക്ക് പോകണ കൾച്ചർ ഇങ്ങനെ ആയിരിക്കണം, അങ്ങനത്തെ ആ ഒരു ജോബാണ് ഇപ്പോൾ ഞാൻ അൽഹംദുലില്ലാ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. പിന്നെ അതുപോലെ തന്നെ എത്ര ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടുത്തെ വർക്കിലുള്ള ആൾക്കാരാണെങ്കിലും അതിൻ്റെ CEO ആണെങ്കിൽ പോലും നമ്മളായിട്ട് അത്രയും അടുപ്പമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ഗോൾസും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും അവർക്കറിയാം. അപ്പോൾ അതുപോലെ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായി. ഇപ്പോൾ ഈ CEO എന്ന് പറഞ്ഞ ആൾ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഇടയിൽ. അതായത് ഇവർക്കറിയാം ഞാനിങ്ങനെ ഒരു ക്ലോത്തിങ്ങിൻ്റെ പരിപാടി ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി അവരെ യൂണിഫോം കാര്യങ്ങളൊക്കെ നമുക്ക് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ ഭയങ്കര അതിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. കാരണം അങ്ങനെ ഒരു വലിയൊരു ഡീല് വരാമെന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവം. പക്ഷെ അതിൻ്റെ ഇടയിൽ അത് ഞാൻ ചെയ്ത്, അതിനും അവർക്ക് വേണ്ടി ഞാൻ സാമ്പിൾസും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർ പറഞ്ഞിട്ടുള്ള കാറ്റഗറീസിലുള്ള പല ക്ലോത്തിങ്ങും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുത്തു. പക്ഷേ അത് ഞാൻ ഡ്രോപ്പ് ചെയ്യുക ചെയ്തത്. ഞാൻ കണക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കിട്ടും. ആ ഒരു എമൗണ്ട് കിട്ടുകയാണെങ്കിൽ തന്നെ എൻ്റെ എന്താ പറയുക, അതൊരു വലിയൊരു എമൗണ്ടാണ്. പക്ഷെ അത് ചെയ്യുകയാണെങ്കിൽ ഞാനൊന്ന് ലോക്കായി പോണ പോലത്തെ ഒരു ഫീല് വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി അതിന് മാത്രമായി ഒരു യൂണിഫോം സപ്ലയർ, അല്ലെങ്കിൽ എന്താ പറയുക, അതിലേക്ക് ഞാൻ ഫുള്ളി ഫോക്കസ്ഡ് ആവണം. ഇപ്പം ഇവരെ കേസ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കമ്പനി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു യൂണിഫോമിൻ്റെ ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയും നമ്മൾ അത് ഫുൾഫിൽ ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ ഫുള്ള് ബൾക്കായിട്ട് എടുക്കുകയാണെങ്കിൽ അവർ അത്ര ബഡ്ജറ്റ് എനിക്ക് തരില്ല. ഒരു സർട്ടൻ ഇത്ര ബഡ്ജറ്റാണ് എനിക്ക് തന്നിട്ടുണ്ടായി. ഈ ബഡ്ജറ്റിൽ എനിക്ക് ചെയ്ത് കൊടുക്കുകയും വേണം. പക്ഷെ അവർ പറയുന്ന പോലെ തന്നെ പലർക്കും പല സമയത്ത് ആവശ്യം വരുന്ന രീതിയിൽ യൂണിഫോം സപ്ലൈ ചെയ്യാൻ വേണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ അതിൽ ട്രാപ്പായി പോകും. കാരണം എനിക്ക് പിന്നെ ഒന്നില്ലെങ്കിൽ ഞാൻ ഫുള്ളി അത്യാവശ്യം ബഡ്ജറ്റ് ഇട്ട് ഇത്ര യൂണിഫോം അപ്പ് ഫ്രണ്ട് ആയിട്ട് വാങ്ങിച്ചു വെക്കണം, എന്നിട്ട് അവർ ചോദിക്കുന്നതിനനുസരിച്ച് നമ്മളത് സപ്ലൈ ചെയ്ത് കൊടുക്കണം. പക്ഷെ അത് പ്രാക്ടിക്കലാവില്ല. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അത്ര ബഡ്ജറ്റ് ചെയ്യാനോ അവർ പറയുന്ന ബഡ്ജറ്റിനേക്കാളും ഭയങ്കരമായിട്ട് കൂടുതലാവും. പിന്നെ അതുപോലെ തന്നെ ലൊക്കേഷൻ, നമ്മളെ വീട്ടിലിപ്പോൾ ഇത്ര സ്റ്റോർ ചെയ്ത് വെക്കാനോ അതിനുള്ള ആ ഒരു കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഡ്രോപ്പ് ചെയ്യുക ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ അവർക്ക് കസ്റ്റമൈസ്ഡ് ആവുകയും വേണം. പക്ഷെ എനിക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ടൂൾസോ അല്ലെങ്കിൽ എനിക്ക് അപ്പോൾ എൻ്റെ ഈ ഒരു പെർസിഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് സ്റ്റക്കായി നിൽക്കും. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വേറെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ട് വന്നതുകൊണ്ട് അപ്പോൾ അത് ഞാൻ ഡ്രോപ്പ് ചെയ്യുക ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവർ പറയുന്ന കുറച്ച് റിക്വയർമെൻറ്റ്സ് എനിക്ക് പല മാനുഫാക്ചറേഴ്സും കിട്ടുന്നുണ്ടായിരുന്നില്ല. ഏർലി പീരീഡിൽ ഇയാൾ എനിക്ക് വിളിച്ചപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ തന്നെ നല്ലൊരു ഡീലായിട്ട് എനിക്ക് തോന്നി. പക്ഷെ പിന്നീട് സംസാരിച്ച് വന്ന് മൂപ്പർക്ക് ഒരു പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്ത് അപ്പോൾ ഞാനൊന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാനും ഒന്ന് ട്രാപ്പ് ആവണ പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ പിന്നെ ഞാനത് ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അതിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെർസിഷിൻ്റെ ഇപ്പം നമ്മൾ മാനുഫാക്ചറിങ് കോസ്റ്റ്, അതായത് UK മാനുഫാക്ചറിങ് കോസ്റ്റ് നോക്കുമ്പോൾ ഭയങ്കര കോസ്റ്റ്. ഇപ്പോൾ ഒരു ടീ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളെ ഡിസൈൻസ്, ഫ്രണ്ട് ഡിസൈന്, പിന്നെ അതുപോലെ ബാക്ക് ഡിസൈന്, പിന്നെ അതുപോലെ ഉള്ളിലത്തെ ടാഗ്, ഇതെല്ലാം ചെയ്തു വരുമ്പോൾ ഏകദേശം 16-17 പൗണ്ടൊക്കെ പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ചെയ്യുമ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ 2025 ഞാൻ പിന്നെ വിചാരിച്ചത് നമുക്ക് ഇവിടെ എല്ലാം കംപ്ലീറ്റ്ലി ഇവിടെ സ്റ്റോപ്പ് ചെയ്യുക, എന്നിട്ട് നാട്ടിൽ ചെയ്യാമെന്ന് പറയുമ്പോൾ നാട്ടിൽ എനിക്ക് ഇങ്ങനെ ഒരു മെസ്സേജ്, ഇപ്പം നമ്മൾ എത്ര ഇതാണെങ്കിലും നമ്മളുടെ ആ യൂത്ത്, ഇപ്പം നമ്മളുടെ നാട്ടിലെ യൂത്ത്, എൻ്റെ ബ്രാൻഡിൻ്റെ മെസ്സേജ് ഇപ്പോൾ ആർക്കും, ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10 പേർക്ക് എടുക്കുകയാണെങ്കിൽ അതിലൊരു 8 പേർക്ക് അല്ലെങ്കിൽ ഒരു 7 പേർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം അതാണ് എൻ്റെ ബ്രാൻഡിൻ്റെ മെസ്സേജ്. ഇപ്പം എൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണോ അതുപോലെ പല മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ. അല്ലാണ്ട് എല്ലാവർക്കും ചെയ്യാനോ അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പം മെയിനായിട്ട് ഇതിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് തന്നെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, പിന്നെ അതുപോലെ ഫിറ്റ്നസ്, ഫെയ്ത്ത്, ഇതാണ് ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ. ഇതിലുള്ളവർക്ക് മാത്രമേ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പല വ്യത്യാസങ്ങളും നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. നാട്ടിൽ നിന്ന് മാത്രമല്ല എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഈ ഒരു ബ്രാൻഡ് ഇവിടെ ചെയ്യുന്നത് കൊണ്ട് ഇനിയിപ്പോൾ നാട്ടിലത്തെ കാര്യങ്ങളാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നാട്ടിലുണ്ടായിട്ടുള്ള ഹാബിറ്റ്സ്, അതായത് ഫുഡിൻ്റെ ഹാബിറ്റ്സ് ആണെങ്കിലും ജീവിതത്തിൻ്റെ ശൈലിയാണെങ്കിലും അതെല്ലാതും ഭയങ്കര പിന്നാക്ക ഇൻ ദ സെൻസ്, ഇപ്പോൾ പലരും ഇപ്പോൾ സ്കൂളിൽ പോകുന്നുള്ള ഒരു കുട്ടിയാണെങ്കിൽ ക്ലാസ്സിന് പോണ്, പിന്നെ അതുപോലെ തന്നെ ഇപ്പം രാവിലെ എനിക്കില്ല, ഇപ്പം ഞാനും ആ സമയത്ത് നേരത്തെ എനിക്ക് സുബഹി നിസ്കരിച്ച് അങ്ങനെ എന്താ പറയുക, ഒരു റുട്ടീനോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ സാധാ ഒരു നോർമൽ ഒരു കുട്ടി എങ്ങനെയാണോ രാവിലെ എണീക്കുക, സ്കൂളിൽ പോവുക, പിന്നെ ട്യൂഷൻ ഉണ്ടെങ്കിൽ ട്യൂഷൻ, അത് കഴിയുക, പിന്നെ വീട്ടിൽ വരിക, TV കാണുക,
കിടന്നുറങ്ങുക, അല്ലെങ്കിൽ പ്ലേ സ്റ്റേഷൻ ഇതായിരുന്നു എൻ്റെ റുട്ടീൻ ഇങ്ങനെയായിരുന്നു. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ റുട്ടീൻ എന്ന് പറയുന്നതാണ്. ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന ഒരാളാണെങ്കിലും അല്ല ഒരു വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഏറെക്കുറെ ഇതുപോലൊക്കെ തന്നെയാണ് റുട്ടീൻ. പക്ഷേ ഇതിൽ നിന്ന് നമ്മളെ ഫിസിക്കലി നമ്മളെ കാര്യങ്ങൾ നമ്മൾ നോക്കണം. ഹെൽത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി തന്നിട്ടുള്ള ഒരു ടൈം പീരീഡാണ് എനിക്ക് 2023 2024 ആ ഒരു ടൈം പീരീഡ്. അപ്പോൾ ഹെൽത്തിന് വേണ്ടിയിട്ട് ഞാൻ നന്നായി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ ഞാൻ ഇപ്പോഴും ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എനിക്ക് എൻ്റെ ഒരു യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എൻ്റെ ഒരു ചെറുപ്പകാലത്തിൽ എനിക്കിങ്ങനെ പറഞ്ഞു തരാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ എനിക്കത് ആ സമയത്ത് ശ്രദ്ധിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഒരു പെർസിസ്റ്റ് ബ്രാൻഡിൻ്റെ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് വരാമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിയിട്ടുള്ളതും ഈ ഒരു സംഭവമാണ്. പലപ്പോഴും ഡിസിപ്ലിനായിട്ട് ഇരിക്കാൻ നോക്കും, പലപ്പോഴും അത് ഫ്ലോപ്പ് ആവും. കാരണം എപ്പോൾ നോക്കിയാലും കാരണം ഇത് സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അതായത് നമ്മളിതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് കംപ്ലീറ്റ്ലി അല്ലെങ്കിൽ ഒരു 24/7 നമുക്ക് ഇതിലേക്ക് കംപ്ലീറ്റ്ലി ഡിസിപ്ലിനായിട്ടോ അല്ലെങ്കിൽ ഇന്നതിൽ കൂടെ തന്നെ പോകാനോ ഒരിക്കലും പറ്റില്ല. അത് നമ്മൾ റുട്ടീനിലേക്ക് ഇങ്ങനെ കൊണ്ടുവരണം, അത് നമ്മൾ ഡിസിപ്ലിനാക്കി മാറ്റണം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ പല വീഡിയോസിൽ നമുക്കാണ് മോട്ടിവേഷൻ ഇല്ല, അല്ലെങ്കിൽ ഡിസിപ്ലിൻ ഇല്ല. മോട്ടിവേഷൻ വേണം, മോട്ടിവേഷൻ വേണ്ടെന്നല്ല, മോട്ടിവേഷനും വേണം. പിന്നെ അതുപോലെ മോട്ടിവേഷനേക്കാളും വലുതാണ് ഇപ്പോൾ ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. നമ്മളൊരു റുട്ടീൻ, ഇപ്പോൾ രാവിലെ എനിക്ക് രാത്രി വരെ നമ്മളൊരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോഴാണല്ലോ ഇത് ഒരു ഡിസിപ്ലിനായി മാറുക. ഇതിന് മോട്ടിവേഷൻ ആദ്യം വേണം, പിന്നെ മോട്ടിവേഷൻ ഇല്ലെങ്കിലും നമ്മൾ ആ ഡിസിപ്ലിൻ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം. ഇതാണ് ഒരു സ്റ്റോറി എന്ന് പറയാൻ. ഇങ്ങനെയാണ് ഈ ഒരു ബ്രാൻഡ് ഉണ്ടായിട്ടുള്ളതും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതും ഇതാണ്. അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമായിട്ടാണ് ഇപ്പോൾ ഞാൻ ക്ലോത്തിങ്ങിനെ കാണുള്ളൂ. എനിക്ക് ഒരുപാട് എൻ്റെ ഈ ഒരു ബ്രാൻഡിൻ്റെ പ്ലാനിങ് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര വലിയ ഒരു പ്ലാനിങ് ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് ക്ലോത്തിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ആൾക്കാരെ, അതായത് യങ് ആയിട്ടുള്ള ആൾക്കാരെ നല്ല മൈൻഡ് സെറ്റിലേക്കും ഫിനാൻഷ്യലി ക്യാപ്പബിൾ ആക്കാനും, പണ്ടത്തെ പോലെ ഒന്നുമല്ലല്ലോ. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ പഠിക്കണ്, പിന്നെ അതുപോലെ തന്നെ ജോലിക്ക് പോണ്, ആ ഒരു സർക്കിളിൽ കൂടെ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് മാറി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാനുള്ള ഓപ്ഷൻസ് ഇപ്പോൾ 2025 തന്നെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതിനെല്ലാതും ബേസ് ചെയ്ത് ഇതെല്ലാം മൈൻഡ് സെറ്റിനെ ബേസ് ചെയ്തിട്ടായിട്ടിരിക്കും. അപ്പോൾ ഇത് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യണമെങ്കിൽ തന്നെ നമുക്കൊരു മോട്ടിവേഷനൊക്കെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാവണം. അപ്പോൾ ഈ ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു യൂത്തായിട്ടുള്ള ആൾക്കാരുടെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഈ പെർസിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ കറൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളെ എല്ലാ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സാമ്പിളിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചൊവ്വാഴ്ച ബുധനാഴ്ച ആയിട്ട് നമ്മളെ സാമ്പിൾസ് കിട്ടും. ഇനി അത് കഴിഞ്ഞ് അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് മാറ്റണം. പിന്നെ അതുപോലെ ഫാബ്രിക് കാര്യങ്ങൾ ഇതെല്ലാം നോക്കണം. ഇതൊക്കെ ഞാൻ പഠിക്കുന്നത് ഇപ്പോഴാണ്. ഇതൊന്നും ഞാൻ ആ പ്രിൻ്റ് ഓൺ ഡിമാൻഡിൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. ഒരു ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെ മനസ്സിലാക്കണം, ഇതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പോൾ എല്ലാതും ഞാൻ നോക്കി. പിന്നെ അതുപോലെ തന്നെ ഞാൻ വെറുതെ ഒരു 4 ക്ലോത്തിങ് സെല് ചെയ്യാനോ അല്ലെങ്കിൽ അതിങ്ങനെ അത് മാത്രമല്ല എൻ്റെ മോട്ടീവ് ഉള്ളത്. അതായത് ഒരു സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു യൂത്ത് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രോങ് മെസ്സേജാണ് ഈ ഒരു ബ്രാൻഡിൻ്റെ പിന്നിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ക്ലോത്തിങ് മാത്രമല്ല, അതിൻ്റെ ക്വാളിറ്റി, പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം എത്രത്തോളം നല്ലതാക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ മാക്സിമം അതിനുവേണ്ടി എഫേർട്ട് ഇട്ട് അതിൻ്റെ കുറേ കാര്യങ്ങൾ പഠിച്ച് പല കാര്യങ്ങളും നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ബ്രാൻഡ് ഉണ്ടായിട്ടുള്ളതും. ഇതാണ് എൻ്റെ ലൈഫ്. എനിക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. ഇപ്പോൾ കറൻറ്റ് സ്റ്റേജിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ രാവിലെ വർക്കിന് പോണ്, ബാക്കി എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഫ്രീ കിട്ടുമ്പോൾ അല്ലെങ്കിൽ വീക്കെൻഡ്സിൽ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിൻ്റെ ഇതാണ് എൻ്റെ ഒരു റുട്ടീൻ. ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല. പിന്നെ ഉള്ളത് ജിമ്മ്, പിന്നെ അതുപോലെ തന്നെ പള്ളിയിൽ പോവുക, നിസ്കാരം കാര്യങ്ങളും. ഇതാണ് ഒരു റുട്ടീൻ. എനിക്ക് ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ റുട്ടീനൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ഒരു റുട്ടീനുള്ള ഒരാൾക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റുട്ടീൻ കൂടെ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ബ്രാൻഡായിട്ടാണ് ഞാൻ ഈ പെർസിസ്റ്റിനെ കാണുന്നത്. അപ്പോൾ ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് ആയിരിക്കും, അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ജസ്റ്റ് ഒരു ക്ലോത്തിങ് ബ്രാൻഡ് എന്നുള്ള രീതിയിൽ മാത്രമല്ല. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരു കമ്മ്യൂണിറ്റി, ഈ ഒരു മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ ഫിറ്റ്നസ് ഇതിലുള്ള ഒരു മൈൻഡ് സെറ്റിലുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബ്രാൻഡായിരിക്കും. എന്തായാലും ഒരു നെക്സ്റ്റ് വീക്കോടുകൂടി സാമ്പിൾസും കാര്യങ്ങളൊക്കെ വരും. അത് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ റെഡിയായി കൊണ്ടുവരണം. ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ട്രേഡ് മാർക്കാണെങ്കിലും ഒരുപാട് ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പതുക്കെ ഡീൽ ചെയ്ത് വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒരു 2 മാസം അല്ലെങ്കിൽ 1 മാസം കൊണ്ട് ഞാൻ ഇതിൻ്റെ എല്ലാ പരിപാടികളും തീർക്കണം. ഫസ്റ്റ് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണം.
എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു പെട്ടെന്ന് ജൂണിൽ എനിക്ക് ഫസ്റ്റ് ഡ്രോപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നണില്ല. പിന്നെ മാനുഫാക്ചേഴ്സിൻ്റെ തന്നെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ വിചാരിച്ചത് പല മാനുഫാക്ചേഴ്സും നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞാൻ കംപ്ലീറ്റ്ലി എത്തിക്കലായിട്ടുള്ള എൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മളെ നാട്ടിൽ അങ്ങനെ അധികം ചെയ്യാത്ത റിക്വയർമെൻറ്റ്സ് ആണ്. അതായത് പോളിയസ്റ്റർ അല്ലെങ്കിൽ ഒരു പോളിയസ്റ്റർ എന്ന് പറയുന്നത് തന്നെ ഒരു മാൻമെയ്ഡ് ഒരു ഫാബ്രിക്കാണ്. അത് ഒരിക്കലും നാച്ചുറൽ ആയിട്ടുള്ളൊരു ഫാബ്രിക് അല്ല. അതുകൊണ്ട് ഇപ്പോൾ നമ്മളെ സൊസൈറ്റിയിൽ ഇപ്പോൾ നമ്മളെ മെൻസിനാണെങ്കിലും അല്ലെങ്കിൽ വുമൻസിനാണെങ്കിലും ഒരുപാട് ഹോർമോണൽ ഇഷ്യൂസ് ഈ ഒരു ഫാബ്രിക് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടെന്ന് പല സ്റ്റഡീസും കണ്ടിട്ടുണ്ട്. ഈ ബ്രാൻഡിൽ തന്നെ ഞാൻ ഒരുപാട് വാല്യൂസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാതും നോക്കിയിട്ടാണ് ഞാൻ ചെയ്യുള്ളത്. അപ്പോൾ എത്തിക്കലായിട്ടുള്ള ഒരു ക്ലോത്തിങ് അല്ലെങ്കിൽ ഒരു അപ്പാരൽ ഫീൽഡിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ മാനുഫാക്ചേഴ്സിൻ്റെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കൊടുത്ത പല റിക്വയർമെൻറ്റ്സും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ടീം പറഞ്ഞത് ഒരു ടീം എന്നോട് പറഞ്ഞത് ഒരു സാമ്പിളിന് ഏകദേശം ഒരു 10,000 രൂപയാണ് ഒരു സാമ്പിളിന് തന്നെ പറഞ്ഞത്. പക്ഷേ കോസ്റ്റ് വരുന്നതും ഏറെക്കുറെ ഭയങ്കര ഹൈ കോസ്റ്റാണ് വരുന്നത്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതങ്ങനെ ആരും അധികം ചെയ്യണില്ല. അതായത് നാട്ടിലത്തെ മാനുഫാക്ചേഴ്സ് ഒന്നും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്നല്ല ഇന്ത്യയിലത്തെ മാനുഫാക്ചേഴ്സ് അധികം ആരും ഇങ്ങനത്തെ റിക്വയർമെൻറ്റ്സിൽ ചെയ്യണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് മിനിമം ഇത്ര പീസസാണ് പറയുന്നത്. അത്ര പീസസ് വരുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ഹൈ എമൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാം കൺസിഡർ ചെയ്ത് പല കാര്യങ്ങളും നോക്കി എത്തിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു എത്തിക്കൽ അല്ലെങ്കിൽ ഒരു കെമിക്കൽസോ അല്ലെങ്കിൽ ഒരു സിന്തറ്റിക് ഫൈബർ ഒന്നും ഇല്ലാത്ത ഒരു അപ്പാരലാണ് ഞാൻ നോക്കുന്നത്. അതുപോലെ തന്നെ പോളിയസ്റ്ററിൻ്റെ ഒന്നും ഞാൻ ഈ ഒരു ബ്രാൻഡിൽ ഞാൻ ഉൾപ്പെടുത്താൻ ഞാൻ നോക്കണില്ല. കാരണം പോളിയസ്റ്ററിന് ഒരുപാട് ഡിമെറിറ്റ്സുകളുണ്ട്. പക്ഷെ അതൊക്കെ നാട്ടിൽ നമ്മളിപ്പോൾ ഞാനാണെങ്കിലും ഇതൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാനൊരു ഡ്രസ്സ് ഇട്ടിരുന്നതൊന്നും. പക്ഷെ ഇതൊക്കെ നമ്മുടെ ഹോർമോൺസിനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ള ഒരു ഫാക്ടറാണ്. അതൊക്കെ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായി തുടങ്ങിയത്. അപ്പോൾ ഇതെല്ലാം ഞാൻ കൺസിഡർ ചെയ്തിട്ട് ഞാനൊരു ക്ലോത്തിങ് ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ ഒരുപാട് വാല്യൂസ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കൂടെ തന്നെ പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അതെത്രത്തോളം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ അതെത്രത്തോളം പേര് അംഗീകരിക്കും ഇതൊന്നും എനിക്കറിയില്ല. ഇപ്പോൾ ജിമ്മിനൊക്കെ പോകുമ്പോൾ കൂടുതലും ഫാബ്രിക്സ് പോളിയസ്റ്ററാണ് യൂസ് ചെയ്യുക. കാരണം അത് ചീപ്പാണ്. പിന്നെ അതുപോലെ തന്നെ ആരും അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റോ അല്ലെങ്കിൽ അതിനൊരു ബെനിഫിറ്റും ഇല്ല. പക്ഷേ ഹെൽത്തിൽ ഒരുപാട് ഡീമെറിറ്റ്സുകളുള്ള ഒരു ഫാബ്രിക്കാണ്. പക്ഷെ അതാരും നോക്കുക അങ്ങനെയൊന്നുമില്ല. നാട്ടിലേറ്റവും ഈസി ആയിട്ട് കിട്ടുന്നതും എല്ലാവരും കൂടുതലും ഞാനാണെങ്കിൽ കൂടുതലും ജിമ്മിന് പോകുമ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോഴും ഓടുമ്പോഴായാലും ഞാൻ യൂസ് ചെയ്തിരുന്നത് ഈ ഒരു ഫാബ്രിക്കാണ്, ഈ പോളിയസ്റ്റർ എന്ന് പറയുന്നത്. പക്ഷേ പഠിച്ചു വന്നപ്പോഴും അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയപ്പോഴും അതിനൊരുപാട് ഡിമെറിറ്റ്സ് ഉണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് വേണം ഇനി കാര്യങ്ങൾ ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ നോക്കുന്നുണ്ട്, ഓരോ പുതിയ കാര്യങ്ങൾ നോക്കുന്നുണ്ട്, ഓരോ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബ്രാൻഡിൻ്റെ സ്റ്റോറി എന്ന് പറയാനുള്ളത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും ഈ ഒരു ഫീൽഡിലുള്ളവരാണെങ്കിൽ ഈ ഒരു ഫീൽഡിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും നമ്മൾ ഈ ബ്രാൻഡിനെ വേണ്ടി സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുക. കാരണം അത് ലൈഫിൽ നിങ്ങളെന്ന വ്യക്തിനെ അൺലോക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പം നമ്മളെ ലൈഫ് എല്ലാവരും പോണ പോലെ തന്നെ ഒരു സർക്കിൾ കൂടെ പോവാണ്ട് എന്തെങ്കിലും ഒന്ന് മാറി ചിന്തിക്കണമെങ്കിൽ നമുക്ക് പുതിയ ഐഡിയാസ് വേണം. പിന്നെ അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഇതിനെല്ലാം നമ്മളെ മൈൻഡ് സെറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിനെല്ലാം ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ ഫിറ്റ്നസ് ആണ്. ഇപ്പോൾ ഒരു മുസ്ലിം എന്നുള്ള ഒരു വ്യക്തി ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ഞാനൊരു ദീനിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എനിക്ക് മറ്റുള്ള റിലീജിയൻസിനെ കുറിച്ച് പറയാനുള്ള യാതൊരു റൈറ്റ്സോ അല്ലെങ്കിൽ എനിക്കൊന്നും അറിയില്ല. ഇതിവിടെ റിലീജിയസ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റോ അങ്ങനെയല്ല. നിങ്ങൾ ഏത് റിലീജിയനാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും നിങ്ങളെപ്പോഴും ഫെയ്ത്ത്ഫുൾ ആവണം. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ നമ്മൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഈ 3 ഫോക്കസ് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങൾ സ്റ്റെപ്പായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. അതങ്ങനെയാണ്. ഇത് സമയമെടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.